പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യും. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യും. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കൃപയുണ്ടായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. നിനക്ക് പാപികളായ അടിയാരോട് കരുണയുന്ന മെശിഹാ രാജാവേ, നിനക്ക് സ്തുതി. പാർക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വം എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവർ നീയാകുന്നു. നിന്റെ ഉദരഫലമായ കർത്താവായ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള നീയോർത്തറിയമേ, നമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നീ നമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. കർത്താവേ, പഠിത്തമില്ലാത്തവരും ഭോഷന്മാരുമായിരുന്ന മീൻപിടുത്തക്കാർ നിന്നോട് ചേർന്ന് നിന്റെ ശിഷ്യന്മാരായി തീർന്നപ്പോൾ ലോകത്തിലെ തത്വജ്ഞാനികൾ പോലും അവരെ ജയിപ്പാൻ കഴിയാത്തവണ്ണം ജ്ഞാനികളും സമർത്ഥന്മാരുമായി ഭേദപ്പെട്ടതുപോലെ ഞങ്ങൾ നോമ്പാലും പ്രാർത്ഥനകളാലും സകല സൽപ്രവൃത്തികളാലും നിന്നോട് ചേർന്ന് നിനക്കുള്ളവരായിരിക്കാനും നിന്റെ തിരുവിഷ്ടം ചെയ്ത് ജീവിപ്പാനും നിന്റെ കൃപ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ സ്ലീഹന്മാർ ലോകമൊക്കെയുടെയും രക്ഷയ്ക്ക് വേണ്ടി ശ്രമിക്കുകയും അനേകായിരം ആത്മാക്കൾക്ക് അവർ രക്ഷയുടെ കാരണക്കാരായി തീരുകയും ചെയ്ത പ്രകാരം കർത്താവേ, ഞങ്ങളും നിന്നെ സത്യമായി സ്നേഹിച്ച് സൽപ്രവൃത്തികളാൽ അലങ്കരിക്കപ്പെട്ടുകൊണ്ട് പലരുടെയും രക്ഷയ്ക്ക് കാരണക്കാരായി തീരണമേ. ഞങ്ങളുടെ ചുറ്റുമുള്ള പുറജാതികൾ ഞങ്ങളുടെ നല്ല നടപടികളെയും ഞങ്ങളുടെ നേരെയുള്ള നിന്റെ സ്നേഹത്തെയും ഞങ്ങളിടയിൽ നീ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെയും കണ്ട് ഞങ്ങളോടുകൂടെ നിന്റെ തൊഴുത്തിൽ ചേരുവാനും നിന്റെ തിരുനാമം ഭൂലോകമൊക്കെയിലും മഹത്വപ്പെട്ട് പോഴ്ത്തപ്പെടുവാനും ആകൽക്കുറസാലജിപ്പാനും ഇടയാക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ അഭിമുഖീകരിക്കുന്നതായ സകല പ്രതിസന്ധികളെയും പ്രതികൂലതകളെയും പ്രത്യേകാൽ കൊറോണ എന്ന മഹാമാരിയെയും ഞങ്ങളിൽ നിന്ന് നീക്കണമേ. പ്രതിസന്ധികളെയും പ്രതികൂലതകളെയും നേരിടുവാനുള്ള ആത്മശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളിടയിലെ രോഗികളെ നീ സൗഖ്യപ്പെടുത്തണമേ. മനോദുഃഖിതർക്ക് നീ ആശ്വാസം പകരണമേ. വിവിധങ്ങളായ വിഷയങ്ങളാൽ പ്രയാസപ്പെടുന്നവർക്ക് നീ സങ്കേതവും സഹായവുമായിരിക്കണമേ. ഞങ്ങൾ നിന്നിൽ ആശ്രയിച്ച് നിന്റെ തിരുവിഷ്ടം പ്രവർത്തിച്ച് ജീവിച്ച് നിന്റെ അനുഗ്രഹങ്ങളും കൃപകളും സമൃദ്ധിയായി പ്രാപിച്ച് നിന്റെ സാക്ഷ്യം വഹിപ്പാനും തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെ ഞങ്ങൾക്കുള്ള സകലരെയും നിന്റെ ദർശനത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വാങ്ങിപ്പോർക്ക് ആശ്വാസം നല്ല ഓർമ്മ നൽകണമേ. ഞങ്ങൾ നിരന്തരം നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്നാളും മഹത്വപ്പെടുത്തുമാറാകണമേ. ആമീൻ. Glory be to the triumph God. Today, I'm here to throw some light on the topic mental health. Jonah chapter 2 verse 5 to 7 says, "Water encompassed me to the point of death. The great deep engulfed me. Weeds were wrapped around my head. I descended to the roots of the mountains.
The earth with its bars was around me forever. But you have brought up my life from the pit, O Lord my God. While I was fainting away, I remembered the Lord, and my prayer came to you into your holy temple. So, what is this mental health all about? Everyone keeps talking about it, right? Mental health includes our emotional, psychological, and social well being. It affects how we think, feel, and act. It also helps determine how we handle stress, relate to others, and make various life choices. Mental health is important at every stage of life, from childhood and adolescence all through adulthood. Over the course of our lives, if we experience mental health problems, we're constantly overthinking, due to which our moods and behaviors could be affected. Many factors contribute to mental health problems, including biological factors such as genes or brain chemistry, life experiences such as trauma or abuse, or family history of mental health problems. Mental health is not just mood swings that one has. They aren't that common, but help is definitely available. People with mental health problems can get better, and many recover completely. Some of the common symptoms of mental health are eating or sleeping too much or too little, pulling away from people and usual activities, having low or no energy, feeling numb or like nothing matters, having unexplained aches and pains, feeling helpless or hopeless, smoking, drinking, or using drugs more than usual. Now, let's try and understand what we as a church can do to handle these mental health issues. Christianity gives people something to believe in. And what is that? Well, it's nothing but hope in our Lord Jesus Christ. By this point, I'm sure that all of you must have heard about what I'm talking about through videos, seminars, talk sessions, etc. In my view, no matter how much we talk, discuss, or hear about mental health issues, we still tend to turn a blind eye to it. It's still looked down upon. So let's see what we can do to make ourselves a little useful. Number 1. Make sure you know when to refer people to mental health professionals and where to refer them if and when the need arises. Number 2. Stay in touch with the person who has mental illness along with his or her family after you make a referral. Number 3. Encourage your congregation to treat people with mental illness the same way they treat people with other illnesses. Offer to visit them when they are hospitalized and only with their permission. Number 4. Planning a specific day to focus on mental health is of no use because mental health issues don't plan and make a trip. Talk about it as frequently as possible. Say specific prayers for people with schizophrenia, bipolar disorder, anxiety disorders, depression, and other mental illnesses. That brings me to point number 6. Pay attention to the words you use. Avoid stigmatizing language and encourage everyone in your congregation to do the same. Do not refer to people as crazy, psycho, lunatic, or mental. Use phrases like people with mental illnesses rather than the mentally ill. Number 6. Talk about mental illness in sermons, classes, and a lot of forums, especially when you're addressing compassionate outreach, social justice, and erasing stigma and discrimination. Talking openly about mental health reduces the grip of the stigma. Emphasize the biological nature of brain disorders and remind your congregations that they can affect anyone, regardless of age, sex, religion, race, or income. Number 7. Educate your congregation. Bring in speakers of the medical community and your local mental health centers. Do whatever you can do to encourage your congregations to discuss the issues that have raised. Number 8. Housing and jobs are critical to the recovery process. Encourage members of your community to help people find jobs and provide housing options for people with mental illnesses, even if they don't have any. Number 9. Start a spiritual support group in your community for people with mental health challenges and their families.
Last but not the least, empathize with them. Do not sympathize. Mental illnesses are not the result of personal weakness, lack of character, or poor upbringing. Only if the people are in a positive mental health will they realize their full potential, cope up with the stresses of life, work productively, and make meaningful contributions to their communities. The saying, "no one's fingerprints are exactly the same as anyone else's," is so common. We often use it in philosophical contexts when we have to give someone motivation. What we don't realize is that it's actually true, and the saying is not limited to fingerprints. It refers to human beings. We're all different and unique in our own ways. Then why do we expect people around us to think and act alike? That's the whole speciality about being human. We're all different. We think different. We cope with different situations in a different manner. We have different moods. Everyone is different. And we must realize it before it's too late. Thank you, everyone. God bless us all. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമിൻ യേശുവേ, സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമിൻ യേശുവേ, നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ, നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറ പിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറ പിടിച്ചു. നാഥൻ തിരുക്കരം തേടിയെത്തി എന്നെ മാറോട് ചേർത്തണച്ചു. നാഥൻ തിരുക്കരം തേടിയെത്തി എന്നെ മാറോട് ചേർത്തണച്ചു. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമിൻ യേശുവേ, നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കാം അനുദിനവും എന്നെ പരനേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കാം അനുദിനവും എന്നെ പരനേ. തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിയിടുക. തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിയിടുക. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമിൻ യേശുവേ, നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. Glory be to the Triune God. Most respected Tirumeni, respected Achins, and all my dear beloved in Christ, we are into the days
after we celebrated the feast of the exaltation of the Holy Cross. I'll be speaking a few words on the very basic and important topic, which is none other than forgiveness. My beloved in Christ, forgiveness is something that today's generation is, kind of forgetting. It's not paying much attention to forgiveness. God wants us to forgive others just as quickly as He forgives us. Now the question would be, who should we forgive? The answer to that question is everyone. Even if they are not sorry, we must forgive them. Sometimes it is really hard to forgive and move on from the hurt, but we must forgive. Mark chapter 11 verse 25 says, "When you stand praying, if you hold anything against anyone, forgive them, so that your Father in heaven may forgive you." Now what does this verse mean? If you hold a grudge against anyone who has hurted you, we must forgive that person. Then only our Father in heaven will forgive us. Now I know forgiveness is not an easy process. It is not something that is usually done so quickly. Forgiveness is not just contingent upon an apology. Now if a person is hurt very terribly, how can he or she forgive? He or she must be thinking like, he has hurted me so much. How can I forgive? But we have to forgive. നമ്മൾ ക്ഷമിച്ചാലേ ദൈവം നമ്മളെ ക്ഷമിക്കത്തുള്ളൂ. Our God is a forgiving God. No matter how terrible sin you have committed, but if we repent to Him with our whole heart, trust me, God will hear our prayer and He will forgive us. Forgiveness is more for us, our hearts, than it is for the other person. Sometimes, we may distance ourselves from that person who has hurted us the most. But, we must still love them. Because Jesus has said, love your enemies as you love yourself. And pray for those who persecute you. You will be blessed. Now a question may arise, how many times should we forgive? The answer to that question is in Matthew chapter 18 verse 21. Peter came to Jesus and asked, "Lord, how many times shall I forgive my brother or sister who sins against me?" "Up to 7 times, Jesus answered. "I tell you, not 7 times, but 77 times. Now that doesn't mean we count like how many times we have forgiven this person or that person. 7 means perfect. 10 means so many. So that verse means forgive any time. Not just 77 times. But many times. It's infinite. We must forgive infinite times. We must not count how many times we have forgiven this person. We must have an open heart to forgive, just as God forgives us. Now we should remember that we also might have hurted someone, even without realizing it sometimes. Maybe not in front of that person, but maybe behind his or her back. But forgiveness is for our own healing. Once we forgive someone, we feel relaxed. We feel like we are healed. We have come out of a situation. The most common example
Very big example is Sister Rani Maria's example. She was murdered by someone in the bus. But I'm not telling the whole story since we all are aware about the story. Sister Rani Maria's sister, she went to the prison and she met the murderer and she told, I forgive you. Can we expect this answer in today's generation? I forgive you. In today's generation, one slap can give 2 punches back. It is written in the Bible, if someone slaps on your right cheek, show your left as well. But that is not followed now. It is the inverse. Although we forgive, sometimes we must change our expectations of those who continue to hurt us. God loved us so much that He gave His only Son. Jesus died for all our sins. We must remember that. Jesus already knew how these people were, yet He forgave everyone. That is why നമ്മൾ ക്ഷമിച്ചാലേ ദൈവം നമ്മളെ ക്ഷമിക്കത്തുള്ളൂ. If we forgive others, our Father in heaven will forgive us. The way He forgives us, we too must have a big and open heart and forgive everyone, no matter how he or she must have hurted you. We must forgive. Forgive and forget. Now, everyone must think, whom do I need to forgive? Go and ask for that person to forgive you for whatever wrongdoings you have done. I would like to conclude with a small prayer. Father, help us to quickly and immediately forgive those who have hurted us. Help us to always remember that you want us to forgive others just as you have forgiven us. Guide us and protect us as we are in the midst of this terrible pandemic. Through our Lord Jesus Christ, your Son, who lives and reigns with you in the unity of the Holy Spirit, God forever and ever. Amen. Thank you, and may God bless us all. Almighty God, we thank you for this beautiful day. Thank you for enabling us to be productive during the meeting. Lord, let what we discussed here bear fruit in our lives and in other people. Don't allow the enemy to steal what we have been taught from our hearts. Cover us with the blood of your Son Jesus and show us how to use the information that we have learned here for your glory. Father, we have called us to serve others. Help us to serve your people with the love of Christ. Despite the many challenges we face, give us your grace that we may be able to handle even the most difficult people, as we have been taught in this meeting. Fill our hearts with your love, that we may be able to pour it out on other people in the world. Holy Spirit, teach us how to handle different individuals that we will be dealing with. When we get out there, put the right words in our mouths, that we may not say things that will offend others and cause us to sin against you. Father, we want to thank you for being with us throughout this meeting. Your presence has been in this place from the start to the end, and we want to say thank you. Lord, as we leave this place, let us go out there and be the salt and light. May we put into practice what we have discussed and learned.
Help us to make a difference in this world for the glory of your name. Lord, where we drift and said things that do not bring glory to your name, we ask you to forgive us. In Jesus' name, we believe and pray. Amen. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളേവരുടെ മേലും സഭയുടെ മേലും സമൂഹത്തിൻ്റെ മേലും ദൈവസൃഷ്ടി മുഴുവനായും പ്രത്യേകിച്ചും കൊറോണയുടെ ഭീകരമായിട്ടുള്ള പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന എവരുടെ മേലും അവരെ സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യുന്ന എവരുടെ മേലും ദൈവസന്നിധിയിലേക്ക് കൂടി ചേർക്കപ്പെട്ട് വാങ്ങിപ്പോടെ ആത്മാക്കളുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.